പാതിവില തട്ടിപ്പിൽ തലസ്ഥാനത്ത് വീണ്ടും കൂടുതൽ പരാതികൾ. വർക്കല മംഗലപുരം സ്റ്റേഷനുകളിൽ പരാതികളുടെ എണ്ണം വർദ്ധിക്കുന്നു. മംഗലപുരത്തെ 96 പരാതികളിലും വർക്കലയിലെ 32 പരാതിയിലും പോലീസ് കേസെടുത്തു. അതേസമയം കേസിൽ രണ്ടാം പ്രതിയായ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 18-ാം തീയതിയിലേക്ക് മാറ്റി. പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിലായി നിരവധി പരാതികളാണ് ദിനംപ്രതി നൽകുന്നത്. തിരുവനന്തപുരം, വർക്കല, മംഗലാപുരം സ്റ്റേഷനുകളിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ 128 പരാതികളാണ് ലഭിച്ചത്. കഴക്കൂട്ടത്ത് 2 പരാതിയും പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ 75-ലധികം വനിതകളും പരാതി നൽകി. ഇതുവരെ ലഭിച്ച എല്ലാ പരാതിയിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കരമന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റിക്കെതിരെയാണ് കൂടുതൽ പരാതി. ചിറയിൻകീഴുള്ളവർ കോടതിയിൽ അന്യായം ഫയൽ ചെയ്തു. അതേസമയം കേസിലെ രണ്ടാം പ്രതി സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഇയാൾക്കായുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാർ പണം തട്ടിയെടുത്തു, വഞ്ചിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ആനന്ദകുമാറാണ് തട്ടിപ്പിന്റെ സൂത്രധാരനായ അനന്തുകൃഷ്ണനെ പരിചയപ്പെടുത്തി തന്നതെന്ന് പലരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 18-ലേക്ക് മാറ്റി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.